ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന്റെ ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൻ്റെ പരിശുദ്ധ വചനങ്ങള് ഈ കാലങ്ങളിൽ വിലയേറിയ വചനങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ നമുക്ക് അവസരം നൽകി തന്നിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ ക്വാർട്ടറിൽ നമ്മൾ പഠിക്കുന്നതായ പാഠങ്ങളെന്ന് പറയുന്നത് പ്രവചനത്തിലേക്ക് വെളിച്ചം തരുന്നതായ സൂചനകളും സാദൃശ്യങ്ങളും രൂപകങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പാഠമാണ് ഇന്ന് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 2 പാഠങ്ങളിലൂടെ എങ്ങനെയാണ് രാജ്യങ്ങൾ, ദ്വീപുകൾ, ജാതികളൊക്കെ ഉണ്ടായത് എന്നുള്ളതും ആ ജാതികളും ദ്വീപുകളും രാജ്യങ്ങളും പ്രവചനത്തിൽ എപ്രകാരം വർദ്ധിക്കുന്നു എന്നും എല്ലാം നാം പഠിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് പഠിക്കുവാൻ പോകുന്നതായ ദൈവത്തിൻ്റെ വചനം വളരെ പ്രാധാന്യമേറിയതാണ്. യാഗങ്ങളെ കുറിച്ചുള്ള സൂചനകളാണ്. യാഗങ്ങള്, യാഗമൃഗം, അതിനെക്കുറിച്ചുള്ളതായ അതിൻ്റെ അർത്ഥങ്ങള്, അതെന്തിനാണ് ദൈവം മൃഗയാഗം ക്രമീകരിച്ചത് എന്നെല്ലാമുള്ള പാഠങ്ങളെക്കുറിച്ചാണ് ഈ ആഴ്ചയിൽ നാം പഠിക്കുന്നത്. യാഗങ്ങളെ മനസ്സിലാക്കുക. അപ്പൊ യാഗം, അതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും ഉരുത്തിരിയുന്ന ഒരു ചോദ്യമുണ്ട്: ഈ മൃഗയാഗം എന്തിനാണ് ദൈവം വ്യവസ്ഥ ചെയ്തത്? പാവപ്പെട്ട മൃഗം എന്ത് ചെയ്തു എന്നുള്ളതായ ചോദ്യങ്ങൾ നാം പ്രത്യേകിച്ച് ക്രിസ്തീയമായിട്ട് സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, കരുണയുള്ള ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരം ഒരു യാഗം എന്തിനാണ് എന്നൊരു ചോദ്യം ചിലരുടെയെങ്കിലും ഹൃദയത്തിൽ ഉണ്ടാകാം. അത് ദൈവം മുന്നമേ കണ്ടുകൊണ്ട് പ്രവചനവുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ പൊരുളുകളെ തിരിച്ചു തരുവാൻ മറ ആയിരുന്നതൊക്കെ പൊരുളാക്കുന്ന ദൈവം അത് ക്രമീകരിച്ചിരിക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ ഇന്ന് പഠിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് യാഗം എന്തിനെ സൂചിപ്പിക്കുന്നു, എന്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതായ ആ പാഠങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പരമയാഗമായ കർത്താവ്, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ സ്നാപകൻ വെളിപ്പെടുത്തിയ യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന യാഗങ്ങളുടെ വ്യവസ്ഥകളും യാഗങ്ങളുടെ സൂചനകളും നാം ഭംഗിയായി മനസ്സിലാക്കുമ്പോൾ മാത്രമേ പാപത്തിന്റെ ഭീകരതയും പാപത്തിന്റെ പരിണിത ഫലവും എന്തുമാത്രം ആണ് ഈ ലോകത്തിൽ ഓരോ ജീവജാലങ്ങളും അനുഭവിക്കേണ്ടി വന്നതെന്നുള്ള കാര്യങ്ങളെ നമുക്ക് വിവക്ഷിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിനെ നോക്കിക്കൊണ്ട് പറയുകയുണ്ടായി, അതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പോകുന്നു എന്ന്. അപ്പൊ അതിന്റെ സൂചനയായിട്ട് നമുക്ക് അത് പൊരുളാക്കി തരുന്നതായ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇന്നത്തെ ആധാരവാക്യവും അടിസ്ഥാന വാക്യവും മനപ്പാഠവാക്യവുമായിട്ട് തന്നിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകം അതിന്റെ 5-ാം അധ്യായം 9-ാം വാക്യമാണ്. അവിടെ ഇപ്രകാരം വായിക്കുന്നുണ്ട്: സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും മൂപ്പന്മാരും ഓരോരുത്തർ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. അറുക്കപ്പെട്ട നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിൽ നിന്നും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഭാഷ, വംശം, ജാതികള്, ഗോത്രങ്ങൾ അവയൊക്കെ എങ്ങനെ ഉണ്ടായി എന്നും എങ്ങനെ മാറിപ്പോയി എന്നും ഒക്കെ ഉള്ളത് പഠിക്കുമ്പോൾ ഇന്ന് അനപ്പാഠവാക്യത്തിലൂടെ ആ ഭാഷകളും ഗോത്രങ്ങളും വംശങ്ങളും ജാതികളിൽ നിന്നൊക്കെയുമുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാൻ തക്കവണ്ണം അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യനെന്ന് പറയുന്നതായ സ്വർഗത്തിലെ കാഴ്ചപ്പാട് നമുക്ക് വിവരിച്ചു തരികയാണ് ഈ വാക്യത്തിലൂടെ യോഹന്നാൻ അപ്പോസ്തലൻ. അതുകൊണ്ട് ഈ വാക്യം നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ കർത്താവിനെ വെളിപ്പെടുത്തുന്നതായ യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിലൂടെ സാധ്യമാക്കി തന്ന രക്ഷയെ മനസ്സിലാക്കുന്നതിലൂടെ ഈ ആഴ്ചയിലെ പാഠങ്ങൾ നാം ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മെ വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളും മൃഗയാഗത്തിന്റെ
ആ സമയത്ത് നമുക്ക് ഭാരവും പ്രയാസവും ഒക്കെ തോന്നുന്നതായ അനുഭവങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഈ കാലങ്ങളിൽ നമുക്ക് വളരെ പ്രയാസമുണ്ടാകും. ആ പ്രയാസം എത്രമാത്രം അനുഭവിച്ച വ്യക്തിയാണ് കർത്താവെന്ന് യാഗത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് ഞായറാഴ്ചത്തെ പാഠം പഠിക്കുമ്പോൾ നമ്മൾ എന്ന് പഠിക്കുവാൻ പോകുന്നത് ഈ യാഗം ഇത്ര മോശമായ രീതിയിൽ യാഗം വ്യവസ്ഥ ചെയ്തതിനെ കുറിച്ച് ഉള്ള ചിന്തകളാണ്. ഇന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിന്റെ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്നും ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാൾ ഓങ്ങുകയില്ല. അവർ ഇനിയും യുദ്ധം അഭ്യസിക്കുകയുമില്ല. യാക്കോബ് ഗൃഹമേ, വരുവിൻ, നമുക്കായി യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. എന്നാൽ നാം യാക്കോബ് ഗൃഹമായ നിന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവർ പൂർവദേശങ്ങളുടെ മര്യാദകളാൽ നിറഞ്ഞും ഫെലിസ്ത്യനെ പോലെ പ്രശ്നത്താലും അന്യജാതിക്കാരോട് കയ്യടിച്ചവരായും ഇരിക്കുന്നു. അവരുടെ ദേശത്ത് വെള്ളിയും പൊന്നും നിറഞ്ഞിരിക്കുന്നു. അവരുടെ നിക്ഷേപങ്ങൾക്ക് കണക്കില്ല. മനുഷ്യൻ വണങ്ങുന്നു, പുരുഷൻ കുനിയുന്നു. ആകയാൽ നീ അവരോട് ക്ഷമിക്കരുതേ. യഹോവയുടെ ഭയങ്കരത്വ നിമിത്തവും അവിടുത്തെ മഹിമയുടെ പ്രഭ നിമിത്തവും നീ പാറയിൽ കടന്ന് മണ്ണിൽ ഒളിച്ചുകൊള്ളുക. മനുഷ്യരുടെ നിഗളിച്ച കണ്ണുകളും താഴും, പുരുഷന്മാരുടെ ഉന്നത ഭാവം കുനിയും. യഹോവ മാത്രം ആ നാളിൽ ഉന്നതനായിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നതവും നിഗളമുള്ള എല്ലാറ്റിന്മേലെയും വരും. അവ താണുപോകും. ഇവിടെ യെശയ്യാ പ്രവാചകൻ അന്ത്യനാളില് കർത്താവായ യേശുക്രിസ്തു പരമയാഗത്തിലൂടെ രക്ഷിക്കപ്പെട്ടവരെ ചേർക്കുവാൻ വരുന്ന അനുഭവം, അപ്പോൾ കർത്താവിന്റെ വചനത്തോട് മർദ്ദലിച്ചു നിൽക്കുന്നതായ ഒരു കൂട്ടം ആളുകളെ അവർക്കെന്ത് സംഭവിക്കുമെന്നും മനസ്സിലാക്കി തരുമ്പോൾ, ആ ദൈവത്തിന്റെ യാഗത്തിനായിട്ട് വിളിക്കപ്പെടുന്ന ആളുകളെ എന്ന് പറയുമ്പോൾ ദൈവവ്യവസ്ഥയോട് അനുരൂപപ്പെട്ട് തങ്ങളെ തന്നെ താഴ്ത്തി വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. പരമമായ കർത്താവിന്റെ യാഗത്തിലൂടെ രക്ഷിക്കപ്പെട്ടവരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. പഴയ നിയമകാലത്തെ യാഗങ്ങള് എന്തിനാണ് എന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ വളരെ ചോദ്യങ്ങൾ ഉണ്ടാകും. ഇത്രയും ഈ യാഗങ്ങള്, പഴയ നിയമകാലത്തെ യാഗങ്ങൾ കൊണ്ട് മനുഷ്യന്റെ പാപങ്ങളൊക്കെ മോചിക്കപ്പെട്ടിരുന്നോ? അങ്ങനെ പലതരത്തിലുള്ളതായ ചിന്തകള് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യെശയ്യാവിന്റെ സമയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ രാജ്യം ഉസിയ രാജാവിന്റെ ഭരണകാലത്ത് സമൃദ്ധി ഉണ്ടെങ്കിലും ജനം എന്ത് ചെയ്തു? പിന്മാറ്റത്തിന്റെയും പലതരം പാപങ്ങളുടെയും അടിമകളായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായവും എല്ലാം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ദേശം ദുഃഖിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു യഹോവയുടെ പർവ്വതത്തിലേക്ക് കയറി ചെല്ലാം എന്നുള്ളൊരു വിളി അന്ത്യനാളിൽ വരും എന്ന് കർത്താവിന്റെ ദാസൻ മശിഹ പ്രവാചകൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഈ യാഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യവസ്ഥകള് ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ യാഗം നടത്തി ദൈവത്തോട് നിയമം ചെയ്ത വിശ്വാസവീരന്മാരുടെ പട്ടിക നമ്മൾ നോക്കുമ്പോൾ അത് എബ്രായ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാഗ വ്യവസ്ഥകളെ കുറിച്ചും അത് പഴയ നിയമകാലത്ത് പാലിക്കാതിരുന്നതിനെ കുറിച്ചും എല്ലാം നമുക്ക് വേദപുസ്തകം വളരെ വ്യക്തമായ ധാരണ നൽകുകയാണ്. ഹാബേലിന്റെയും കയീന്റെയും യാഗം നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്നതായ അനുഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിക്കുകയുണ്ടായി. ഹാബേല് വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിച്ചു.
വ്യവസ്ഥ എന്താണ് എന്ന് തന്റെ പിതാവിൽ നിന്ന് പഠിക്കുകയുണ്ടായി. എന്താണ് വ്യവസ്ഥ? ഊനമില്ലാത്തൊരു കുഞ്ഞാടിനെ ആരാധിക്കാൻ പോകുമ്പോൾ യാഗം കഴിക്കണം. ഊനമില്ലാത്തൊരു കുഞ്ഞാടിനെ യാഗത്തിന് ആവശ്യമാണ് എന്ന് ഹാബേലിനെ ദൈവത്തിന്റെ വിശ്വാസം, ദൈവവചനത്തിലുള്ള വിശ്വാസത്താൽ ഹാബേല് യാഗം കഴിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ അത് വിശ്വസിക്കാതിരുന്ന കയീൻ തന്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു യാഗമാണ് അവിടെ നടത്തുന്നത്. തന്റെ മനോബോധം പോലെയുള്ള ഒരു യാഗം നടത്തി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് നാം നോക്കുമ്പോഴും ഇത് തന്നെയല്ലേ സമൂഹത്തിൽ നടക്കുന്നത്? തങ്ങളുടെ മനോബോധ പ്രകാരം ദൈവത്തെ ആരാധിക്കുന്നവരും വചനത്തിന്റെ പശ്ചാത്തലത്തിലും വെളിപ്പാടിലും അതിലെ ആജ്ഞ കിട്ടിയതായ ദൈവത്തിന്റെ കുഞ്ഞുങ്ങള് ദൈവം പറഞ്ഞത് വിശ്വസിച്ച് അതുപോലെ ആരാധിക്കണം എന്ന് വ്യവസ്ഥ പ്രകാരം ആരാധിക്കുവാനായിട്ട് കഴിയണം. ദൈവത്തെ ആരാധിക്കുന്നവര് വ്യവസ്ഥ പ്രകാരം ആരാധിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ വിളി, നമ്മുടെ മേൽ വീണിരിക്കുന്ന വിളിക്ക് അർത്ഥവും വ്യക്തതയും മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നമുക്ക് തീരുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. നമ്മുടെ മനോബോധ പ്രകാരമല്ല നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ടത്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശനം പ്രാപിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തുമ്പോൾ മാത്രമേ യഹോവയുടെ പർവ്വതത്തിലേക്ക് നമുക്ക് കയറി ചെല്ലുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ വസിക്കും, ആർ പാർക്കും? യഹോവയുടെ പർവ്വതത്തിൽ ആർക്ക് കടന്നു ചെല്ലാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം യെശയ്യാവിന്റെ 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 121-ാം സങ്കീർത്തനത്തില് 24-ാം സങ്കീർത്തനത്തിലൊക്കെ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതിന്റെ വ്യവസ്ഥകൾ എന്നുള്ള. അപ്പം ദൈവത്തിന്റെ വ്യവസ്ഥകളാണ് ആ യാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ദൈവം വ്യവസ്ഥ ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കുക. യാഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യാഗങ്ങളുടെ വ്യർത്ഥതയെക്കുറിച്ച് അല്ലെങ്കിൽ വ്യർത്ഥമായ യാഗങ്ങളെ കുറിച്ചുള്ള ചിന്ത നമ്മൾ കൂടുതൽ കൊണ്ടെത്തിക്കുന്നത് അതിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് നാം പലപ്പോഴും അങ്ങനെ പറയുന്നത്. എന്നാൽ അർത്ഥം എന്ന് പറയുന്നത് കർത്താവിന്റെ പരമമായ യാഗത്തിലേക്കുള്ള ഒരു നിഴലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ 51-ാം സങ്കീർത്തനം 17-ാം വാക്യത്തില് ദാവീദ് ഇപ്രകാരം പറയുകയാണ്. ദൈവം വ്യവസ്ഥ ചെയ്ത യാഗങ്ങളാണ് ഹനനയാഗങ്ങള്, ഹോമയാഗങ്ങള്, ദഹനയാഗങ്ങൾ, ഇങ്ങനെ പലതുമുണ്ട്. എന്നാൽ ഹനനയാഗം അല്ലെങ്കിൽ ഹോമയാഗം എന്ന് പറയുന്ന സമ്പൂർണ്ണ യാഗം എന്താണ് എന്നുള്ളതിനെ കുറിച്ച്, അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് 51-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. അപ്പോഴൊരു യാഗം അതിന്റെ അർത്ഥവ്യാപ്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. യഥാർത്ഥമായിട്ടൊരു മൃഗയാഗം ഒരു സൂചന മാത്രമാണ്. അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് അതിന്റെ ആഴം എന്താണ്, എന്തിനെ കുറിക്കാൻ വേണ്ടിയാണ് എന്ന് ആ യാഗം കഴിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. യാഗവ്യവസ്ഥ ദൈവം വെച്ചത് തന്നെ പാപത്തിന്റെ പരിഹാരമായിട്ടാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന അനുഭവത്തോടു കൂടിയ ഒരു യാഗത്തെ ദൈവം നിരസിക്കാത്ത യാഗം ആണെന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറയുന്നത് നമ്മളെ തന്നെ യാഗം കഴിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഈ യാഗങ്ങളൊക്കെയും കർത്താവിന്റെ പരമമായ യാഗത്തിൽ നമ്മൾ വിശ്വാസം വെച്ചില്ല എങ്കിൽ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എങ്കിൽ, ആ യാഗത്തിലൂടെയുള്ളതായ രക്ഷ നമ്മുടെ സ്വന്തമാക്കിയില്ല എങ്കിൽ അത് വ്യർത്ഥമായ യാഗമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി നമ്മൾ തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പം കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം അതെന്തിനെ സൂചിപ്പിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാഗം ഒരു ക്രൂരമായ അനുഭവമാണ്. അത് ഒരു സാധാരണക്കാരന്റെ ഹൃദയത്തിൽ വളരെയേറെ ആഴത്തിൽ വേദന ഉണ്ടാക്കുന്ന ഒരു ക്രൂരത തന്നെയാണ് എല്ലാ കാലത്തും. എന്നാൽ അത് ന്യായരഹിതമായിട്ട് നമുക്ക് തോന്നാം. എന്ന പാപത്തിന്റെ ആഴമാണ് ആ യാഗത്തിലൂടെ ആ പാപം ചെയ്ത വ്യക്തിയുടെ ആ മാനസികമായിട്ടുള്ള അവന്റെ സംഘർഷത്തിൽ വന്നുപോയ പാപത്തിന്റെ പരിണിത ഫലം എത്ര ക്രൂരമാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ യാഗം വ്യവസ്ഥ ചെയ്തത്.
എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനം അത് 10-ാം അധ്യായം അതിന്റെ 3 മുതൽ വായിക്കുമ്പം അപ്പോസ്തലനായ പൗലോസ് ഈ യാഗത്തിന്റെ അർത്ഥമായിട്ട് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്ക് നോക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം മുതൽ. ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാക്കുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിലൊന്നും പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറയുന്നത് കൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. അപ്പം രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കി കളയുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എബ്രായ ലേഖനത്തിൽ വെളിപ്പെടുത്തുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് രണ്ടാമത്തേതിനെ സ്ഥാപിക്കുന്നത് വരെ ഈ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും യാഗങ്ങളും യാഗരക്തങ്ങളും കർത്താവിന്റെ വരവിന് അല്ലെങ്കിൽ ആ മരണത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ശരീരം, കർത്താവ് ശരീരസ്ഥനായി മനുഷ്യവേഷമെടുത്ത് ഇവിടെ വന്ന് മരണത്തോടുകൂടി രണ്ടാമത്തേതിനെ സ്ഥാപിക്കും വരെ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. കുഞ്ഞാടുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെ ഒന്നും രക്തത്തിന് നമ്മളുടെ പാപങ്ങൾക്ക് പൂർണ്ണമായ പ്രായശ്ചിത്തം നൽകുവാൻ കഴിയുന്നതല്ല. അത് അനുഷ്ഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കുഞ്ഞാട് എനിക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നു അല്ലെങ്കിൽ വരുന്നു എന്ന ചിന്ത ആ വിശ്വാസി എന്ത് ചെയ്യണം? ഭരിക്കും എന്നുള്ള ചിന്തയാണ് ദൈവം അവർക്ക് കൊടുത്തത്. അതുകൊണ്ട് പ്രധാനമായിട്ട് നമ്മുടെ പാപങ്ങളെ പൂർണ്ണമായിട്ടും വഹിക്കുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ സാധ്യമുള്ളൂ. അപ്പൊ ഓരോ മൃഗയാഗങ്ങളും കഴിക്കുന്ന സമയത്ത് ആ പാപി തന്റെ പാപത്തിന്റെ ആഴം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കി ആ ക്രൂരമായ കാര്യം ചെയ്യുവാൻ ഞാൻ ഇതിന് സന്നദ്ധനാവുന്നത് എൻ്റെ പാപത്തിന്റെ കാരണമാണല്ലോ എന്നുള്ളത് ആ ഓരോ പാപിയും മനസ്സിലാക്കണമായിരുന്നു. അവനതിന് പശ്ചാത്താപം ഉണ്ടാകണമായിരുന്നു. അവൻ മനം തിരിഞ്ഞ് പുതിയ വ്യക്തിയാകണമായിരുന്നു. എന്നാൽ നാം മനസ്സിലാക്കുമ്പം പിൽക്കാലത്ത് അതൊരാചാരം മാത്രമായി തീരുന്ന അനുഭവങ്ങളുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു ശരീരസ്ഥനായി അല്ലെങ്കിൽ മാനുഷ്യ വേഷമെടുത്ത് തൻ്റെ ആ സകല ലോകത്തെ സകല ഗോത്രവും ഭാഷയും വംശവുമായവരെ രക്ഷിപ്പാൻ തക്കവണ്ണം വന്നപ്പോൾ അവിടുത്തെ ശരീരത്തോട് കൊടുത്ത ക്രൂരത ന്യായരഹിതവും ഹീനവും ഏറ്റവും മോശവുമായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് വളരെ വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ട് രണ്ടാമത്തേതിനാണ് നാം വിശ്വസിക്കുന്നത്. രണ്ടാമത്തേത് പുതിയ നിയമം, പഴയ നിയമം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. പഴയ നിയമം, പുതിയ നിയമം. പലർക്കും അറിയാവുന്നത് പഴയ നിയമ പുസ്തകങ്ങളും അല്ലെങ്കിൽ 39 പുസ്തകങ്ങളെ പഴയ നിയമമെന്നും 27 പുസ്തകങ്ങളെ പുതിയ നിയമമെന്നും വേദപുസ്തകത്തിൽ രണ്ടായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതിനെയാണ് പലർക്കും പഴയ നിയമം പുതിയ നിയമം എന്നറിയുന്നത്. എന്നാൽ പഴയ നിയമവും പുതിയ നിയമവും എന്ന് പറയുന്നത്, അല്ലെ രണ്ടാമത്തേതും ഒന്നാമത്തേതും എന്ന് പറയുന്നത്, ഒന്നാമത്തേതെന്ന് പറയുന്നത് മൃഗങ്ങളുടെ രക്തത്താൽ അവർക്ക് വരുന്ന പാപശുദ്ധിക്ക് വേണ്ടി, അവർക്ക് പാപക്ഷമയ്ക്ക് വേണ്ടി കൊടുത്തിരുന്നതായ ഹോമയാഗങ്ങൾ, യാഗവ്യവസ്ഥകളാണ്. യാഗവ്യവസ്ഥയിലൂടെ അവരാ പ്രവൃത്തി ചെയ്യുമ്പോൾ അവർക്ക് പാപക്ഷമ ലഭിക്കുന്നു എന്നുള്ളതായ വിശ്വാസം അവരിൽ രൂഢമൂലമായിരുന്നു. എന്നാൽ അത് ദിനംതോറും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ശുശ്രൂഷ ദിനംതോറും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷത്തിലൊരിക്കലും മഹാപാപപരിഹാര യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ വർഷങ്ങളുകൊണ്ടേ നടന്നു വരികയാണ്. എന്നിട്ടും പാപശുദ്ധി പൂർണ്ണമാകുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. എന്നാൽ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു
ഈ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്ന് 33.5 വർഷം നമ്മുടെ ഇടയിൽ പാർത്തു. പാപത്തിന്റെ ആ തീഷ്ണതയും പാപം മുഖാന്തരം മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും എല്ലാം മനസ്സിലാക്കിയ കർത്താവ് പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം തൻ്റെ ശരീരം എന്ത് ചെയ്തു? കർത്താവ് ഒരുക്കപ്പെട്ടതുപോലെ, കർത്താവ് തൻ്റെ ശരീരം പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടതുപോലെ ആ ക്രൂശിലെ യാഗത്തിന് വേണ്ടി ഒരുക്കി. അന്നത്തെ മത നേതാക്കന്മാരും പുരോഹിതവർഗവും ശാസ്ത്രിമാരും എല്ലാവരും കർത്താവിനെ ന്യായരഹിതമായി ന്യായം വിധിച്ചപ്പോഴും പീലാത്തോസ് കൈ കഴുകിയപ്പോഴും പുസ്തക ചുരുളിൽ എഴുതിയിരുന്നത് പോലെ സംഭവിക്കുകയും ആ യെരൂശലേം ദൈവാലയത്തിന്റെ തിരശീല മുകൾ തൊട്ട് അടിയോളം രണ്ടായിട്ട് ചിന്തുകയാണ് കർത്താവിന്റെ മരണസമയത്ത് നടക്കുന്ന ആ ഒരു കാര്യം. ഇനി ഒരു യാഗവും ആവശ്യമില്ല, ഇനി ഒരു തിരശീലയുടെ ആവശ്യമില്ല. തിരശീലയ്ക്ക് ഉള്ളിലേക്ക് ആ ഷെക്കേനായിലേക്ക് നോക്കുവാൻ തക്കവണ്ണം ഒരു വഴി തുറന്നു കർത്താവിന്റെ യാഗത്തിലൂടെ എന്ന് അവിടെ വെളിപ്പെടുകയാണ് ചെയ്തത്. അതാണ് രണ്ടാമത്തേതിനെ സ്ഥാപിക്കുക എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ആദാം ചെയ്ത പാപത്തിന്റെ പരിണിത ഫലം രണ്ടാമത്തെ ആദാമായ കർത്താവ് എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി പരിഹരിക്കപ്പെട്ടു തന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം. അപ്പൊ യാഗത്തിന്റെ അർത്ഥത്തില് അതാണ് നമ്മൾ രണ്ടാമത്തേതിനെ സ്ഥാപിച്ച അനുഭവം, ഒന്നാമത്തേതിനെ ഇല്ലായ്മ ചെയ്ത അനുഭവമാണ് യാഗത്തിന്റെ മറ്റൊരർത്ഥം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോൾ പെസഹ കുഞ്ഞാടിന്റെ അർത്ഥമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. പെസഹ എന്ന് പറയുന്നത് വിടുവിക്കപ്പെടുന്ന രാത്രിയില് മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടുവിക്കപ്പെട്ടവര് എന്ത് ചെയ്യാണ്? ആ രാത്രിയില് ഒരു കുഞ്ഞാടിനെ യാഗം കഴിക്കുകയാണ്. മാത്രമല്ല ആ കുഞ്ഞാടിനെ അറുക്കുന്നു, അതിനെ ഭക്ഷിക്കുന്നു, കയ്പ് ചീരയോടുകൂടി അതിനെ ഭക്ഷിക്കുന്നു, പുളിപ്പില്ലാത്ത അപ്പത്തോടുകൂടി അതിനെ ഭക്ഷിക്കുന്നു. അതിന്റെ രക്തം കുറുമ്പടിമേലും കട്ടളപ്പടിമേലുമെല്ലാം അടയാളം ഇടുമ്പോൾ സംഹാരദൂതൻ കടന്നു പോവുകയാണ്. അവരുടെ വീട്ടുപടിക്കൽ കൂടെ അടയാളമുള്ള വീടുകളെ ഒഴിച്ചിട്ടിട്ട് അടയാളമില്ലാത്ത വീടുകളെ തെരഞ്ഞു പിടിച്ച് അവിടുത്തെ ആദ്യജാതന്മാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന അനുഭവം. ആ പെസഹ കുഞ്ഞാട് എന്ന് പറയുന്നത്, നമ്മുടെ പെസഹ കുഞ്ഞാടെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. പെസഹ കുഞ്ഞാടിനെ എടുക്കുമ്പോൾ അതിന് വ്യവസ്ഥകളുണ്ട്. ഊനമില്ലാത്തതായിരിക്കണം, 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം, അതിൻ്റെ അസ്ഥികളൊന്നും ഒടിയാൻ പാടില്ല. ഒരുപാട് വ്യവസ്ഥകള് ചെയ്തിട്ടുണ്ട് പെസഹ കുഞ്ഞാടിനെ കുറിച്ചുള്ളതായ അനുഭവത്തിൽ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം വളരെ വ്യക്തമാക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 53 നമ്മള് അതിനെക്കുറിച്ച് കുറേയും കൂടെ വ്യക്തമായിട്ട് പ്രവാചകൻ തരുന്ന ആ അനുഭവം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ന്റെ 7-8 വാക്യങ്ങളില് എല്ലാവരുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. പീഡനങ്ങളാലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തുനിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എന്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ബന്ധനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആര് വിചാരിച്ചു? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള മശിഹാ പ്രവചനമാണ് ഇവിടെ യെശയ്യാവ് പറയുന്നത്. കർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സുവിശേഷകര് അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പൊരുളായി തീർന്നിട്ടുണ്ട്. കർത്താവിനെ പിടിച്ചുകൊണ്ടു പോകുന്നതായ കാഴ്ചപ്പാട് നമ്മൾ നോക്കുമ്പോൾ ഒരു കുഞ്ഞാട് ഒന്നും മിണ്ടാതെ ഉരിയാടാതെ അതിനെ പിടിച്ചുകൊണ്ടു പോകുന്നത് പോലെയാണ് കർത്താവ് ആ ന്യായാധിപന്മാരുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്നത്. തന്റെ ശരീരം മുഴുവനും നുറുക്കപ്പെട്ട അവസ്ഥയിൽ, അടികൊണ്ട് തകർക്കപ്പെട്ട അവസ്ഥയിൽ അവരെന്താണ് മുള്ള് ഇതുകൊണ്ട് ചാട്ടവാറുകൊണ്ട് അടിച്ച് അടർത്തിയെടുക്കുന്ന സമയത്തും വായെ തുറക്കാതെ ഇരുന്ന കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണ് 800 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പെസഹ കുഞ്ഞാട് ചോരത്തളിയും വിശുദ്ധിയും കൊണ്ട് ആചരിച്ചിരുന്ന യഹൂദന്മാർ ആചരിച്ചിരുന്ന ഒരു മഹാ ഉത്സവമായിരുന്നു പെസഹ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആ പെസഹ കുഞ്ഞാടായി തീർന്നപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഫിലിപ്പോസിനോട് പറയണ്ട, ഫിലിപ്പോസേ
എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന്. നമ്മുടെ പിതാവിനെ കാണുവാൻ തക്കവണ്ണം വഴിയൊരുക്കി തന്ന പെസഹ കുഞ്ഞാട്, കനാൻ ദേശം കാണുവാൻ തക്കവണ്ണം വഴിയൊരുക്കപ്പെട്ടതായ വിടുതലിന്റെ ശുശ്രൂഷ പെസഹയാണെങ്കിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരുക്കുന്ന നിത്യഭവനത്തിലേക്കുള്ളതായ ഒരു വഴിയായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ മരണം. അത് മുഖാന്തരം നമുക്ക് ഒരുക്കപ്പെട്ട വഴി, അതിനുവേണ്ടി ഒരുക്കപ്പെട്ട കർത്താവ് ആ പെസഹ കുഞ്ഞാടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ഇനി ദൈവാലയത്തിൽ എങ്ങനെയാണ് വർത്തിച്ചതെന്ന് നമുക്ക് നോക്കാം. ദൈവാലയത്തിൽ ചെന്ന് കർത്താവ് അനേക കാര്യങ്ങളെക്കുറിച്ച്, യാഗങ്ങളെക്കുറിച്ച്, അതിന്റെ അർത്ഥങ്ങളെക്കുറിച്ചൊക്കെയും പഠിപ്പിക്കുകയുണ്ടായി. കർത്താവ് യാഗവ്യവസ്ഥകളെ, അതിന്റെ പൊരുളുകളെ കുറച്ചും കൂടെ മനസ്സിലാക്കി കൊടുത്തിട്ടും ആ ജനത്തിന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. മഹത്തായ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ഉള്ളതായ ത്രാണി അവർക്കില്ലായിരുന്നു. നമുക്കറിയാം, യെരുശലേം ദേവാലയത്തിന്റെ ഭംഗി സോളമൻ രാജാവ്, ശലോമോൻ രാജാവ് വളരെ ഗംഭീരമായിട്ട് നിർമ്മിച്ച യെരുശലേം ദേവാലയത്തിന്റെ ഭംഗിയെക്കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിലുമൊക്കെ വായിക്കാൻ പറ്റും. കർത്താവായ യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തില് അനേക സത്യങ്ങളെ, പൊരുളുകളെ തിരിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹഗ്ഗായി പ്രവാചകൻ തന്റെ പ്രവചനത്തിൽ വിലയേറിയ ഒരു പ്രവചനം ബാബിലോണിൽ നിന്ന് മടങ്ങി വന്ന ദൈവജനത്തിന് കൊടുക്കുകയുണ്ടായി. സെരുബ്ബാബേലിന്റെ കാലത്ത് ആലയം പണിയുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞുങ്ങള് അവര് പണിയാതിരുന്ന സമയത്ത് അവരെ പ്രചോദിപ്പിച്ചിരുന്ന പ്രവാചകന്മാരാണ് ഹഗ്ഗായിയും സഖര്യാവും. ഹഗ്ഗായി പ്രവാചകൻ ഇപ്രകാരം ഒരു അരുളപ്പാട് പറയുകയുണ്ടായി. 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്: ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ആലയത്തെ മഹത്വപൂർണമാക്കുന്ന ഒരനുഭവത്തിന്റെ പ്രവചനം, അതിന്റെ വെളിച്ചം വീശുന്ന അനുഭവമാണ് കർത്താവായ യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തിൽ നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഒന്നാമത്തെ ആലയമായ ശലോമോന്റെ ദൈവാലയം ബാബിലോണിയർ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു. എന്നാൽ 70 വർഷങ്ങൾക്ക് ശേഷം സെരുബ്ബാബേൽ ഗവർണറായും യോശുവ മഹാപുരോഹിതനായും മടങ്ങി വന്ന ദൈവജനത്തിന്റെ ഇടയിൽ എസ്രാ പുരോഹിതന്റെ ഒക്കെയും ഒത്താശയോടെ അനേക ദൈവജനങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി ആലയം രണ്ടാമത് പണിയപ്പെടുന്നു. ആ ആലയം കണ്ടവര്, പഴയ ആലയം കണ്ടിട്ട് ആ ആലയം കണ്ടവർ കരഞ്ഞുപോയി എന്നാണ് ഹഗ്ഗായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാല് അവസാന നാളില് കർത്താവിന്റെ ദാസൻ ഇവിടെ പറയുകയാണ്, ആ അവസാന നാളില് എന്താ സംഭവിക്കുന്നത്? സകലജാതികളെ ഇളക്കുന്ന അനുഭവത്തില് സകലജാതികളുടെ മനോഹര വസ്തു വരുന്ന സമയത്ത് ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് പറയുമ്പോൾ, അവിടെ രണ്ടാമത്തെ ആലയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അവിടുന്ന് തന്നെയാണ് ഒരു ആലയം എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഹഗ്ഗായി പ്രവാചകന്റെ ആ പ്രവചനം അത് അർത്ഥമാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ മനുഷ്യാവതാരത്തിലൂടെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വപൂർണമായ അനുഭവത്തിലൂടെ, ഉപദേശങ്ങളിലൂടെ, അവിടുത്തെ പരമമായ യാഗത്തിലൂടെ, ഉയർപ്പിലൂടെ, സ്വർഗാരോഹണത്തിലൂടെ ഒക്കെ ആലയത്തിന് മഹത്വം വർദ്ധിപ്പിക്കൊണ്ടേയിരിക്കുന്ന ഒരു അനുഭവമാണ് വിശ്വാസികളെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അനേകം പേർക്ക് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഉള്ള ഒരു വഴി, ഒരു പെരുവഴിയാണ്, രക്ഷയുടെ വഴിയാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരമമായ യാഗത്തിലൂടെ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ അനുഭവം പ്രാപിപ്പാൻ തക്കവണ്ണം, ആ മഹത്വപൂർണമായവനെ നേരിട്ട് കാണുവാനുള്ള ആ വഴിയിലൂടെ, ആ വഴിത്താരയിലൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം യാഗത്തിന്റെ അർത്ഥങ്ങൾ നമ്മൾ, പരമമായ യാഗത്തിന്റെ ആഴങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പം അന്ന് വരെയും കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് വരെയും ആ ക്രൂശ് അത് ഏറ്റവും ഹീനമായ ഒരു ശിക്ഷയുടെ അടയാളമായിരുന്നു. എന്നാൽ കർത്താവ് ക്രൂശിൽ മരിച്ചതോടുകൂടി, ക്രൂശ് മരണത്തോടുകൂടി ക്രൂശിന്റെ മഹത്വം വർദ്ധിക്കുകയുണ്ടായി. ക്രൂശിന്റെ മഹത്വം വർദ്ധിക്കുകയുണ്ടായി.
അത് മരക്കുരിശിന്റെ അർത്ഥമെന്ന് പറയുന്നത് ആ തടിയുടെയോ അതിന്റെ ഉണ്ടാക്കിയ രൂപകൽപ്പനയുടെയോ അല്ല, അതിൽ മരിച്ചവന്റെ മഹത്വത്താലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവ് ആ ദൈവാലയത്തില് അനേക സത്യങ്ങളെ ഉപദേശിക്കുകയുണ്ടായി. ദുഷ്ടതയിൽ പ്രസാദിക്കാത്ത ദൈവം ദുഷ്ടന്മാരെ പാപികളെയും അവിടുത്തെ സന്നിധിയിൽ പോകാൻ കഴിയാതെ ഇരുന്ന അനുഭവത്തില് കർത്താവ് അവിടെ എന്താ ചെയ്യുന്നത്? സകലർക്കും വേണ്ടി തൻ്റെ പാപരഹിതമായ ചങ്കിലെ ചോരയാൽ വഴി തുറന്ന് ഏവർക്കും പിതാവിന്റെ സന്നിധിയിലേക്ക് കൃപാസനത്തിലേക്കും കടന്നു ചെല്ലുവാനും ആലയം മഹത്വപൂർണമായി തീരുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനും തക്കവണ്ണം ഒരു അർത്ഥപൂർത്തി വരുത്തുന്ന അനുഭവമാണ് യാഗങ്ങളുടെ സൂചനയിലൂടെ നമുക്ക് തരുന്നതായ അനുഭവങ്ങൾ. ഇനിയും വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തില് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കർത്താവ് എല്ലാം സൃഷ്ടിച്ചവനാണ്. എല്ലാം സൃഷ്ടിക്കപ്പെട്ടതായ കർത്താവ്, സകലത്തിൻ്റെയും ഉടയവനായ കർത്താവ്, സകലത്തിൻ്റെയും പരിപാലകനായ കർത്താവ്, എന്നാൽ ഒന്നുമില്ലാത്തവനെ പോലെ, ഏതുമില്ലാത്തവനെ പോലെ ഹീന പാപികളുടെ കയ്യാൽ മരണപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ പുസ്തകത്തില് നമ്മൾ മനസ്സിലാക്കുന്നത്, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായവും 5-ാം അധ്യായവും സ്വർഗത്തിന്റെ കാഴ്ചയെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആ കാഴ്ച അവിടെ ആയിരിക്കുന്നവരുടെ മഹത്വമൊക്കെയും വെളിപ്പെടുത്തുമ്പോൾ ഈ ചെറുപുസ്തകം തുറപ്പാനോ അത് വാങ്ങുവാനോ ആളില്ലാതെ വരുമ്പം അവരുടെ വിഷമങ്ങളെല്ലാം വിവരിച്ചിട്ട് ആ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കാണുകയാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട് മുന്നോട്ട് വരികയാണ്. അപ്പോഴാണ് ആ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ അനുഭവം അവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. സിംഹാസനം, സ്വർഗത്തിലെ കാഴ്ച, സ്വർഗത്തിന്റെ കാഴ്ച കണ്ട അനുഭവമാണ് യെശയ്യാവിൽ മാറ്റം വരുത്തിയത്. യോഹന്നാൻ അപ്പോസ്തലൻ സ്വർഗത്തിന്റെ കാഴ്ച കണ്ടു. യോഹന്നാൻ അപ്പോസ്തലനും യെശയ്യാവും കണ്ട ആ സ്വർഗമാണ് യെശയ്യാവ് 6-ാം അധ്യായത്തില്, യോഹന്നാന്റെ വെളിപ്പാട് 4-ഉം 5-ഉം അധ്യായത്തിലൊക്കെ രേഖപ്പെടുത്തി. യെഹെസ്കേൽ ആ കാഴ്ച കാണുകയുണ്ടായി. ഈ പ്രവചനങ്ങളെല്ലാം സ്വർഗത്തിന്റെ കാഴ്ച അവർ വ്യക്തമായിട്ടും അവിടുത്തെ പാട്ടും കാഴ്ചയും ആരാധനയും സ്തുതിയും സ്തോത്രവും എല്ലാം വളരെ വ്യക്തമാക്കുമ്പോൾ യെശയ്യാവിന്റെ പുസ്തകവും യോഹന്നാന്റെ വെളിപ്പാടിലുമുള്ളതായ ആ വ്യത്യാസം എന്ന് പറയുന്നത്, യോഹന്നാന്റെ വെളിപ്പാടിൽ 24 മൂപ്പന്മാരെ കാണുന്നുണ്ട്. എന്നാൽ യെശയ്യാവിന്റെ പുസ്തകത്തില് സാറാബുകൾ പരിശുദ്ധൻ 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 എന്ന് ആർക്കുന്നതായ കാഴ്ചയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ സിംഹാസന ദർശനങ്ങള് പ്രാപിച്ചതായ വ്യക്തി ജീവിതങ്ങള്, അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നതായ ആ വലിയ വർണ്ണനകള് നമുക്കും പ്രാപിക്കാൻ കഴിയണം. ഈ കാലങ്ങളിൽ ഇതൊക്കെയും നാം പഠിക്കുമ്പോൾ, ഈ പ്രവചന പുസ്തകങ്ങളുടെ അർത്ഥങ്ങൾ പഠിക്കുമ്പോൾ ആ പ്രവാചകന്മാരുടെ അനുഭവം പ്രാപിപ്പാൻ നമുക്കൊരവസരം ഒരുക്കുകയാണ്. പലപ്പോഴും പറയും അത് ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമുള്ളതാണ്. അല്ല, കർത്താവിന്റെ വചനം അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും തന്റെ ആത്മാവിനെ പകരുവാനും അവിടുത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ വർണ്ണിക്കുവാനും തക്കവണ്ണം പ്രാപ്തരാക്കുവാൻ ഒരുക്കപ്പെട്ട ഒരു ജനത്തെ ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് കർത്താവിന്റെ വചനം പറയുന്നത്, ഈ കാഴ്ചകളെ കണ്ട പ്രവാചകന്മാരുടെ പ്രതികരണം നമ്മെ കാണിച്ചു തരുമ്പോൾ കർത്താവ് ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യനാണെന്ന് യെശയ്യാവ് വിവരിക്കുകയാണ്. അയ്യോ, ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യനായ ഞാൻ, ഈ ശുദ്ധിയില്ലാത്തവരുടെ ഇടയിൽ ഞാൻ പാർക്കുകയാണ്. ദൈവമേ, ഞാൻ അങ്ങേ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിലില് തീ കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ നാവിനെ തൊടുവിക്കുന്ന ഒരനുഭവം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നാളുകളില് നമ്മുടെ അധരങ്ങളെ ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ കണ്ണുകളെ ശുദ്ധിയുള്ളവനെ കാണുവാൻ തക്കവണ്ണം ഒരുക്കുന്ന ദൈവത്തിന്റെ സന്നിധിയില് ആ ഭയങ്കര കാഴ്ചകളെ കണ്ട് മാനസാന്തരപ്പെട്ട് മനം തിരിയുവാൻ തക്കവണ്ണം തരുന്ന വചനങ്ങളെ ഉള്ളത്തിലാക്കുന്നവർക്ക് ദൈവത്തിന്റെ കൃപ പകരുന്ന ദൈവമാണ്. അവിടുന്ന് കൃപയുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്. അത് ഗ്രഹിക്കുവാനുള്ള കൃപ നമുക്ക് നൽകിത്തരും. കർത്താവ് സ്വേച്ഛാധിപതിയാണെന്ന് പറയുന്ന ദുഷ്ടനായ പിശാചിന്റെ കൂടെ നിൽക്കാതെ സകലരെയും സ്നേഹിക്കുന്ന, സകലരെയും സൃഷ്ടിക്കപ്പെട്ട, സകലരെയും പരിപാലിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയില് അവിടുത്തെ ആ
ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുവാൻ, നമ്മളുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി പശ്ചാത്താപത്തോടും മാനസാന്തരത്തോടുമുള്ള നിലവിളിയോടുകൂടി തകർന്ന നുറുങ്ങിയ ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കണം, യെശയ്യാവിനെ പോലെ. അപ്പോഴാണ് അവിടുത്തെ ആത്മാവിന്റെ ശക്തി, അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ, അവിടുത്തെ യാഗത്തിന്റെ പൂർണ്ണത മനസ്സിലാക്കുവാൻ, പഴയ നിയമകാലത്ത് അത് വ്യവസ്ഥ ചെയ്ത കർത്താവ് എന്തിനു വേണ്ടിയാണ് അങ്ങനെ വ്യവസ്ഥ ചെയ്തതെന്ന് നാം മനസ്സിലാക്കുമ്പോൾ പാപത്തിന്റെ ആഴം, നീതിയില്ലാത്ത പ്രവൃത്തി എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നാളുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിലൂടെ പുതുവഴി തുറന്നു തന്ന ദൈവത്തിന്റെ സ്നേഹത്തെയും കരുണയെയും കുറിച്ച് നമ്മുടെ ഉള്ളങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തി കർത്താവിനെ സകലവും നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനെന്നും അവിടുന്ന് മുഖാന്തരമാണ് എനിക്ക് ഈ സ്നേഹത്തിന്റെ വഴിയിലൂടെ നടക്കുവാൻ കൃപ കിട്ടിയതെന്നും അംഗീകരിക്കുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കി കൊടുക്കാം. കർത്താവിന്റെ നല്ല സ്നേഹമുള്ള ജനമായി തീരുവാൻ ഈ വചനങ്ങളുടെ പഠനം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറയിൽ, മത്സരവും മലിനതയും ഉള്ളവരുടെ ഇടയിൽ നാം ആയിരിക്കുമ്പോൾ ആ പ്രവാചകന്മാരെ പോലെ നമ്മുടെ ഹൃദയങ്ങളെ, ദൈവമേ എൻ്റെ പാപം ഇത്ര കടിഞ്ചുവപ്പാണ്, എന്നെ ആര് ഈ അവസ്ഥയിൽ നിന്ന് വിടുവിക്കും എന്ന പശ്ചാത്താപ ഹൃദയത്തോടുകൂടി എത്ര കടിഞ്ചുവപ്പായിരുന്നാലും ഞാൻ നിന്നെ വെളുപ്പിക്കാമെന്ന വാഗ്ദത്തം പ്രാപിക്കുവാൻ നമ്മളെ സഹായിക്കേണ്ടുന്നതിന് ഈ വചന പഠനം നമ്മെ സഹായിക്കട്ടെ. യാഗത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചൊക്കെ അറിയാമായിരുന്ന, ജാതികളുടെ മര്യാദകൾ മാത്രം അറിയാമായിരുന്ന ഇസ്രായേൽ മക്കൾ മിസ്രയീം വിട്ടു വന്നപ്പോൾ ഏകദൈവത്തിലേക്കും ഏകദൈവത്തിന്റെ ആ വിളിയിലേക്കും ലോകത്തിന്റെ വെളിച്ചമായിരിക്കുവാൻ അവരെ നടേണ്ട ആവശ്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയ കർത്താവ് അവരോട് കൂടെ ഇരിപ്പാൻ തക്കവണ്ണം സമാഗമന കൂടാര ശുശ്രൂഷയിലൂടെ അവരോട് ഒപ്പമായിരിക്കാൻ ആഗ്രഹിച്ച, അവിടുത്തെ കൃപയ്ക്ക് അധീനരായി അവർ അതിന് ചുറ്റുമുണ്ടായിരിക്കുവാൻ ആഗ്രഹിച്ച കർത്താവ് വിഭാവനം ചെയ്ത യാഗം, ആ പെസഹ കുഞ്ഞാടിന്റെ യാഗവും മറ്റ് ആട്ടുകൊറ്റന്മാരുടെയൊക്കെയും ദിനം പ്രതിയുള്ള യാഗങ്ങളിലൂടെ വരുവാനിരിക്കുന്ന മശിഹ എപ്രകാരമാണ് നമ്മളെ വീണ്ടെടുക്കുന്നതെന്നും സ്നേഹിക്കുന്നതെന്നും ഒക്കെ മനസ്സിലാക്കുവാൻ കൊടുത്ത വ്യവസ്ഥയാണ് യാഗങ്ങളെന്ന് പറയുന്നത്. അതിന് മൃഗയാഗങ്ങൾ മാത്രമേ സാധ്യമുള്ളൂ. അതാണ് ഹാബേലിന്റെ യാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ പൂർണ്ണാനുസരണമുള്ളവരായി കർത്താവിന്റെ വചനങ്ങളെ ചോദ്യം ചെയ്യാതെ അവിടുത്തെ വചനം നമ്മുടെ രക്ഷയ്ക്ക് നിദാനമാക്കുവാൻ വരാൻ പോകുന്ന കർത്താവിന്റെ ആ മഹത്വമുള്ള സന്നിധിയിൽ നമ്മളെ മഹത്വപൂർണമാക്കുന്ന അനുഭവത്തിലേക്ക് നമ്മളെ പിടിച്ചുയർത്തുന്ന ദൈവത്തിന്റെ വചനങ്ങളുടെ പ്രകാശനം പ്രാപിക്കുവാൻ തരുന്ന എല്ലാ അനുഗ്രഹമേറിയ അവസരങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാം. ഈ ആഴ്ചയിലെ പാഠപഠനത്തിലൂടെ പരമമായ യാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് നമുക്ക് പുതുവഴി തുറന്നു തന്നതിനാൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഒന്നാം ആദാമിന്റെ പാപത്താൽ നിബദിച്ച ഈ ലോകത്തില് രണ്ടാം ആദാമിന്റെ മരണത്താലും ഉയർപ്പിനാലും വീണ്ടെടുപ്പിന്റെ അനുഭവം തന്ന സ്വർഗീയ പിതാവിന്റെ പദ്ധതികളെ ഓർത്ത് നന്ദി പറയുന്നു. ഇനിയും ആ പദ്ധതിയുടെ ഭാഗമായി കർത്താവിനെ ഉയർത്തുവാൻ നമ്മെ തന്നെ സമ്പൂർണ്ണ യാഗമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമായി കർത്താവിന്റെ ആത്മാവ് നമ്മുടെ അന്തരംഗങ്ങളിൽ വസിക്കുവാൻ യോഗ്യവുമായ ഒരനുഭവത്തിൽ ജീവിക്കുവാൻ ഈ പാഠങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാഠപഠനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ ഒരു പാഠപഠനം കൂടി തന്നതുകൊണ്ട് സ്തുതിക്കുന്നു. അവിടുത്തെ പരമമായ യാഗത്തിലേക്ക് വെളിച്ചം വീശുന്ന അനേക കാലങ്ങളിൽ ജനം അനുവർത്തിച്ചു വന്നതായ മൃഗയാഗങ്ങളെ, എന്നാൽ രണ്ടാമാദമായ കർത്താവ് വീണ്ടെടുപ്പിന്റെ നാഥനായി കടന്നു വന്നപ്പോൾ അവിടുത്തെ ശരീരം തന്നെ ഹനനയാഗമായി സർവ്വഭൂമിക്കും വേണ്ടി ഒരുക്കിയല്ലോ കർത്താവെ. അവിടുത്തെ കാണിച്ചു തന്ന ആ മാതൃകയിലൂടെ, അവിടുന്ന് തന്നതായ പുതുവഴിയിലൂടെ, അവിടുന്ന് തന്നതായ പ്രകാശത്തിലൂടെ, അവിടുന്ന് തന്ന കരുണയിലൂടെ ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അർത്ഥങ്ങളും വ്യാപ്തികളും മനസ്സിലാക്കി തരുന്ന പരിശുദ്ധാത്മാവിൽ അടിയങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് ചിട്ടയുള്ള ഒരു ജീവിതത്തിന് ഉടമകളാക്കി തീർക്കണമെന്ന് യേശു മൂലം ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്തോത്രം.